നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ആ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇന്ന് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. സത്യം പറഞ്ഞാൽ പറയാനൊരു വിഷമോ വൈക്ലഭ്യമോ ഒക്കെ ഉണ്ട്. എൻ്റെ കന്നി പൊങ്കാലയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അമ്മ വർഷങ്ങളോളം ഇടുമായിരുന്നു. കാരണം എൻ്റെ അമ്മമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അമ്മമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോയ പിന്നെ അമ്മ അങ്ങനെ ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ ഞങ്ങൾ അരോമയിൽ ആണ് ഞങ്ങളെപ്പോഴും ഷൂട്ടിങ്ങിന് വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ വ്ളോഗുകളൊക്കെ പറയാറുണ്ട്. അരോമയിൽ ഇങ്ങനെ വന്നപ്പം ഇവിടെ പ്രമോദ് പറഞ്ഞു, ഇവിടെ മൊത്തം പൊങ്കാലയാണ്, ഞങ്ങളിവിടെ ഷീറ്റൊക്കെ ഇട്ട് ഇവിടെ പൊങ്കാല ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആണോ ചേച്ചി ഇടാറില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ ഇട്ടിട്ടില്ല. അത് നമുക്ക് ഇത്തവണ ഇട്ട് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലാറ്റിലെ ചേച്ചിമാരും എല്ലാം ഭയങ്കര സന്തോഷത്തോട് പറഞ്ഞു, എന്നാൽ ദേവി ഞങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു. അപ്പോൾ എൻ്റെ അമ്മ വന്നു. അമ്മമ്മ പോയി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ സ്പെഷ്യൽ ഡേ ആണ്. അപ്പം കന്നി പൊങ്കാല ആയതുകൊണ്ട് വലിയ പെരിയ സ്വാമിമാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള അമ്മയുടെ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം പൊങ്കാല ഇടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, പല സാഹചര്യങ്ങൾക്കും. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ പൊങ്കാല സമർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊങ്കാല ഇവിടെ എല്ലാവരുടെയും അടുക്കി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 10:30-ക്കാണ് പൊങ്കാല അടുപ്പിൽ അഗ്നി പകരേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റുന്നൊരു വലിയ അത്ഭുതം, കാരണം നിങ്ങളെല്ലാവരും വീഡിയോകളിലും ന്യൂസിലും ഒക്കെ കാണുന്നതായിരിക്കും. പക്ഷേ ഒരാഴ്ച മുമ്പ് തന്നെ വന്ന് ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന്, ഭക്തജനങ്ങൾ വന്ന്, അമ്മമാർ വന്ന് ഇവിടെ വന്ന് സ്ഥലം പിടിച്ച്. കാരണം അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം കിട്ടണമല്ലോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. എവിടെ നിന്നാലും വെയിലും ചൂടും പുകയും ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അവർക്ക് അമ്മയുടെ ആ ക്ഷേത്രത്തിനടുത്ത് സ്ഥലം പിടിച്ച് അവിടെ ഒരാഴ്ച മുമ്പ് വരെ വന്ന് അവർ തമ്പടിച്ച് അവിടെ നിൽക്കുന്ന കാഴ്ചകൾ വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ ടെലിവിഷനിലൊക്കെ നോക്കി കാണാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ ഇന്നലെ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്രമാണിച്ച് അമ്പലത്തിലോട്ട് പോയപ്പോൾ കാണുന്നത്, ഇന്നലെ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ചൂടുള്ള സമയമാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് ജാഗ്രതാ നിർദ്ദേശമൊക്കെ ചോദിക്കുകയാണ്, സൺബേണൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ആ അമ്പലത്തിൻ്റെ പ്രമിസസ് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം ഞങ്ങളൊരു 6 മണിയായപ്പോൾ എണീറ്റു. കാരണം 10 മണിക്കാണല്ലോ, സമയമുണ്ടല്ലോ. പക്ഷെ 6 മണിക്കേ കുളിച്ച് റെഡിയായി വന്ന് അമ്മമാരൊക്കെ ഇവിടെ സ്ഥലം പിടിച്ച് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഈ ഹോട്ടലിൻ്റെ വാതിക്കലായതുകൊണ്ട് നമുക്ക് ഓൾറെഡി റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിസ്റ്റും ഞങ്ങളുടെ വളരെ അടുത്ത ഫാമിലി സുഹൃത്തുമായ ചാന്ദിനി ചേച്ചി, അവരുടെ ഒരു ഫുൾ ഗ്യാങ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ 10-17 പേര് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ യൂണിഫോം ഒക്കെ ഇട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പെരിയസ്വാമിയാണ് കേട്ടോ, കാരണം 4-5 വർഷമായി ചേച്ചി ഇടാൻ തുടങ്ങിയിട്ട്. ഞാൻ തുടക്കക്കാരിയല്ലേ, അപ്പം വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് തന്നു. അപ്പം നമുക്ക് ചേച്ചിയുടെ വിശേഷം കൂടെ ചോദിക്കാം. വാ 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 വാ. ഞാൻ പറയായിരുന്നു ഞങ്ങളുടെ പെരിയസ്വാമിയാണ്. ഞങ്ങൾ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. എല്ലാ പ്രാവശ്യം ഞാനൊരു 10 വർഷമായി ഇപ്പോൾ ഇടുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി ദേവിയെ കണ്ടപ്പോൾ. അല്ല, ഞാനും പറയായിരുന്നു, ചേച്ചി നിങ്ങളെല്ലാവരും ഒരേപോലെ ഇവിടിപ്പോ ഞാൻ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു 6 പേർക്ക് ഇതേ സെറ്റും കൊണ്ട് മേടിക്കാം. ഞങ്ങള് പക്ഷേ അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. എല്ലാവരും ഒരേപോലെ മുണ്ടും വേഷ്ടിയും ബ്ലൗസും ഓർണമെന്റ്സ് വരെ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ എല്ലാവരെയും കാണാൻ. ചേച്ചിയുടെ സ്റ്റുഡൻസും അവരുടെ പേരൻസും എല്ലാവരും ഉണ്ട് ഇതിൽ. അപ്പം ഞാൻ പറയായിരുന്നു, ഈ നമ്മൾ ടീച്ചേഴ്സിന് കിട്ടുന്ന ആകെ ഒരു പ്രിവിലേജ് എന്താ അറിയോ, മിസ്സസ് ആയാലും മിസ് എന്നേ വിളിക്കുള്ളൂ.
പൊങ്കാല എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ചെറിയ കാത്തിരിപ്പുണ്ട്. അതായത് നമുക്ക് അമ്പലത്തിൽ നിന്ന് തളിക്കാൻ വരും. നേദിച്ച നൈവേദ്യം അമ്മ സ്വീകരിക്കുന്നതാണ് നമ്മൾ തളിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ തളിച്ച് കഴിയുമ്പം വെടിക്കെട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ഒരു സൂചന നൽകുന്നത്. ആ സമയത്ത് നമുക്കും ഈ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് തിരുമേനിമാർ വന്ന് നമ്മുടെ പൊങ്കാല നൈവേദ്യമായിട്ട് എടുക്കുന്നതായിട്ടുള്ളൊരു അമ്മ സ്വീകരിക്കുന്നതായിട്ടുള്ളൊരു സൂചനയാണ് ഈ തളിക്കുക എന്ന് പറയുന്നത്. തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊങ്കാലയുമായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കുക, അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ പൊങ്കാല തളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സമയത്തെ കഠിന ചൂടും അടുപ്പിൻ്റെ ചൂടും എല്ലാം നമ്മൾ സഹിച്ചിരിക്കുകയല്ലേ. അപ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പൊങ്കാല തളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാവുന്നതാണ്. അത് പ്രഭാത ഭക്ഷണം കേട്ടോ. ഇവിടെ എല്ലാവരും പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണ്. വെളുപ്പിനെ 6 മണി തൊട്ട് അടുപ്പും കാത്ത് അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൊങ്കാലകൾക്ക് ഭദ്രദീപം തെളിയിക്കാനും കഴിഞ്ഞ വർഷം ഇതേ സമയം പൂനെയിലുള്ള ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല നൈവേദ്യത്തിനൊരു അതിഥിയായിട്ട് അവിടെ എത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ എൻ്റെ തന്നെ കുടുംബക്ഷേത്രത്തിൽ അമ്പലപ്പുഴയിലാണ് നാഗനാട് അമ്മയുടെ തറവാട് അമ്പലമുണ്ട്, നാഗനാട്ട് അമ്പലം. അവിടെ പൊങ്കാല സമർപ്പിക്കാൻ സാധിച്ചു. പക്ഷേ ആറ്റുകാൽ ഭഗവതിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സമർപ്പണം ചെയ്യാൻ സാധിച്ചത്. ഭഗവതിയുടെ ഒരു സമയം എനിക്ക് എന്താ പറയുക, നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കാനുള്ളൊരു സമയം ഇപ്പോഴായിരിക്കും ആയത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെയും ഒരു ചെറിയ കാത്തിരിപ്പാണ്. ഇത് കണ്ട്, അതായത് ഇടാൻ പറ്റിയില്ലെങ്കിലും, കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്. ഈ സമയം നോക്കി എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ ഉള്ള ഒരുപാട് മലയാളികൾ നമ്മളുടെ സമയം, കാരണം ടൈം സോൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ TV ഫോളോ ചെയ്ത് ന്യൂസ് വെച്ച് അതേസമയം അവർ വീടുകളിൽ പൊങ്കാല സമർപ്പിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളും വീടുകളും എനിക്കറിയാം. അപ്പം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും രാജ്യാന്തര അതിർത്തികളും ഒക്കെ കടന്ന് പൊങ്കാല സമർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് ഇടാൻ പറ്റാതെ, പല കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാത്തവർക്കും എല്ലാം വേണ്ടിയിട്ട് ഈ ഒരു സമർപ്പണം സ്വീകരിക്കും. അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊങ്കാലയ്ക്ക് എൻ്റെ ഫ്ലാറ്റിലെ ചേച്ചിമാരെയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. നമ്മൾ കണ്ട വീഡിയോയിൽ സ്വപ്ന ചേച്ചി ഉണ്ടായിരുന്നു, സ്വപ്ന ചേച്ചിയുടെ അമ്മയുണ്ട്, സവിത ചേച്ചിയുണ്ട്, സൂര്യ ചേച്ചിയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് വളരെ യാദൃശ്ചികമായിട്ടൊരു തോന്നലാണ്. രോമയിൽ വന്ന് താമസിച്ചപ്പോൾ പ്രമോദാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സൗകര്യം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അപ്പം ശരി, എന്നാൽ ഇങ്ങനെ ആയിരിക്കാം അമ്മയുടെ തീരുമാനം. അങ്ങനെ വന്നു, ഇന്നലെ പോയി തൊഴുതു, ഇത്രയും എത്തി. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. സത്യം പറയുമ്പോൾ ചിലപ്പോൾ ഇമോഷണലായി പോകും. അതെൻ്റെ ഒരു കുഴപ്പമാണ്. നമ്മൾ ഈ പൊങ്കാല തളിക്കുന്ന സമയത്ത് ഈ കിഴക്കോട്ട് തൂണം, പടിഞ്ഞാട്ട് തൂണം അങ്ങനെയൊക്കെ ഉണ്ട് പോലും, എനിക്കറിയില്ലായിരുന്നത്. പക്ഷേ നമ്മൾ പോയി കഴിയുമ്പോൾ എല്ലാവരും കുറവേ ഇടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായ ഒരു ആനന്ദമാണ്. അത് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. കുറേ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും അമ്മമാരുടെയും ചേച്ചിമാരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കാണിച്ച് അക്ഷരാർത്ഥത്തിൽ ശരിക്കും അമ്മയെ കാണാൻ പറ്റും നമുക്ക്. അപ്പം എല്ലാ രീതിയിലും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ തളിക്കാനായി. ഏകദേശം 2:30 ആകുമ്പോഴത്തേക്കും ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് വെടിക്കെട്ട് മുഴങ്ങാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കാലക്കാലത്തിൽ തീർത്ഥം തളിച്ച് നമുക്കത് നേദ്യം സ്വീകരിക്കാവുന്നതാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങൾ ഐവർ സംഘം റെഡിയാണ്. അതിൽ ഞാൻ ഉൾപ്പെടെ ഇനി 2 പേരും കൂടെ കന്നി പൊങ്കാലക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ? ഇത് സ്വപ്ന ചേച്ചിയാണ്, നമ്മുടെ ബ്ലോഗിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. തേങ്ങ തിരുമൽ സ്പെഷ്യലിസ്റ്റാണ്. അതെ, തേങ്ങ തിരുവുന്നതിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ട്, പേടിക്കണ്ട, അതിൻ്റെ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാല ഇട്ടിട്ട്? ഒത്തിരി സന്തോഷമായി. തികച്ചും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവസരമാണ് അത്. ആറ്റുകാൽ അമ്മയായിട്ട് ഇങ്ങോട്ട് തന്ന പോലെ ഇങ്ങോട്ട് വിളിച്ച് അനുഗ്രഹിച്ച് തന്ന പോലെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി, ഒത്തിരി അനുഗ്രഹം. അതാ ഇനി സവിത ചേച്ചി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ പൊങ്കാല അനുഭവം? പറയൂ. എന്നോട് പറയാം. അയ്യോ, വർത്താനം പറയണ്ട, ഞാൻ വീട്ടിലോട്ട് പറഞ്ഞു. നല്ലതായിരുന്നു. ഒരു പറയരുത്, ഒരു പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. വേറെന്ത് പറയും? ഇങ്ങനെ തിളച്ചൊക്കെ മറിഞ്ഞ് ഇപ്പൊ കിഴക്കോട്ട് പടിഞ്ഞാട്ട് ആദ്യം തിളച്ചത് സവിത ചേച്ചിയുടെ കലയായിരുന്നു. അത് കഴിഞ്ഞപ്പം സ്വപ്ന ചേച്ചിയുടെ, അത് കഴിഞ്ഞ് എൻ്റെ, അത് കഴിഞ്ഞ് കന്നി പൊങ്കാലയാണ് 3ഉം ആദ്യം തിളച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പ്രയോജനം. ഗുരുസ്വാമിമാരൊക്കെ പതുക്കെ തിളച്ചാൽ മതി, അവരൊക്കെ കുറെ തിളച്ച് മറന്നതല്ലേ, ഞങ്ങളല്ലേ പാവങ്ങള്. അപ്പൊ പറയാം, എന്ത് തോന്നി അങ്ങനെ വരുമ്പോൾ? ഭയങ്കര സന്തോഷം.
അച്ഛനെയൊക്കെ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അച്ഛന് അപ്പൊ അച്ഛന് പട്ടിണിയാണ്. ഇല്ല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ വന്നത്. അമ്മ എനിക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് തളച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം പറയും? ഒത്തിരി സന്തോഷം. പറ്റുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യവും വന്ന് ഇതുപോലെ വന്ന് സന്തോഷത്തോടു കൂടി ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ദൈവം ആരോഗ്യവും ഇതുപോലുള്ള അവസരവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ശബരിമല പോയിട്ട് പെരിയസ്വാമിയാണ് കേട്ടോ 3 പ്രാവശ്യം മലയെ ഒട്ടിയിട്ട് അത് പുട്ടുപോലെ ഇറങ്ങി വന്നു. ഞാൻ ആ വീഡിയോ കണ്ട് എനിക്ക് ക്ഷീണമായി. സൂര്യ ചേച്ചി എന്താണ് അനുഭവം? പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു അപ്രതീക്ഷിതമായിട്ട് വരവായിരുന്നല്ലോ. നമ്മളെല്ലാവരും ഭയങ്കര പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് വന്നു. പിന്നെ ദേവി ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പൊങ്കാല സത്യത്തിൽ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. നമുക്കൊരു എന്തോ അറിയില്ല, ദേവിയുടെ അനുഗ്രഹമായിരിക്കും. എന്തായാലും നല്ല നമ്മൾക്ക് അതിന്റെ ഒരു ഭാഗമായി. അത് തന്നെ വളരെ സന്തോഷം. ഭയങ്കര സന്തോഷത്തിലാണ് എത്താണ് എല്ലാവരും. എന്തായാലും അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടണമെന്ന് മാത്രമാണ് ദേവിയോട് പ്രാർത്ഥിച്ചത്. തീർച്ചയായിട്ടും. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു പിന്നെ അതിലും വലിയ സ്വാമിയുണ്ട്, സ്വപ്ന ചേച്ചിയുടെ അമ്മയാണ്. എന്ത് തോന്നുന്നത്? ഞാൻ ഇതിനു മുമ്പ് ഒരു 3-4 പ്രാവശ്യമൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പൊങ്കാല ഇട്ടതുപോലെയുള്ള മനസ്സിൻ്റെ സംതൃപ്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പ്രകൃതി പോലും നമ്മളോട് അനുകൂലമായിട്ടാണ് നിന്നത്. ഇന്നലെയാണെങ്കിൽ പോയി ഞങ്ങൾ ആറ്റുകാലിൽ പോയി ദേവിയെ കണ്ടു. പിന്നെ ആ ദേവി ഈ ദേവിയും കൂടെ പ്രസാദിച്ചപ്പോൾ ഞങ്ങളുടെ കാര്യം ഏതായാലും ഭഗവാൻ സഹായിച്ച് നല്ല ഇതിലാണ് ഇതാക്കിയത്. ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. നല്ല സുഖമായ പൊങ്കാലയായിരുന്നു. ദേവി നല്ലപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ കൂടെ വന്നവർക്കും ആ ഒരു എക്സ്പീരിയൻസ്, സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. നമ്മളിത് ഇങ്ങനെ തെറിച്ചും മറിയുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക അനുഭവമാണ്. നിങ്ങളിൽ ഒരുപാട് പേര് പൊങ്കാല ഇട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പൊങ്കാല ഇട്ട് കണ്ടിട്ടുണ്ടാവാം. നമുക്ക് ആ കിട്ടുന്ന ഒരു സന്തോഷം, അനുഭൂതി എന്ന് പറഞ്ഞൊരു പ്രത്യേക അത് അനുഭവിച്ച് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ഇടണം എന്നുള്ളൊരു ചെറിയ അപേക്ഷയുണ്ട്. കാരണം ഞാൻ ഒരുപാട് വൈകിട്ടാണ് ഞാൻ ഈ ഒരു അനുഗ്രഹം സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അപ്പം ഇനി നമ്മളിത് നമ്മുടെ പ്രേക്ഷകരാരെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലെങ്കിലും അതൊന്ന് ഇട്ട് ആ ഒരു പ്രത്യേക വൈബാണ്. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. അപ്പം തളിക്കാനുള്ള എല്ലാ സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ചടങ്ങുകളിലേക്ക് കടക്കാം. ഓക്കെ. പൊങ്കാല തളിച്ചു, നേദിച്ചു കഴിഞ്ഞു, കഴിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇടുന്നത് ഒരേ ചേരുവകളാണ്, നാളികേരം, ശർക്കര. പക്ഷേ എല്ലാ പൊങ്കാല പ്രസാദത്തിനും പ്രത്യേക വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ. അതൊരു വലിയ അത്ഭുതമാണ്. സെയിം ഇൻഗ്രീഡിയൻ്റ് വെച്ച് അത് ഓരോരുത്തരുടെ കൈപുണ്യവും അല്ലെങ്കിൽ പാകവും അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഒരു സങ്കടം, കിഷോറേട്ടൻ ഇത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് അമ്മയും ചേച്ചിമാരൊക്കെ തിരിച്ച് എറണാകുളത്തേക്ക് പോകാം. അപ്പോൾ പാക്ക് ചെയ്ത് കൊടുത്തു വിടും. അവിടെ പോയിട്ട് വിശേഷം പറയാം. കഴിച്ച് നോക്കിയിട്ട് എന്താണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം മധുരം ഇച്ചിരി വീക്ക്നെസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അമ്മയുടെ ഒരു അനുഗ്രഹം പോലെ തന്നെ ഇത് ഈ വർഷം സാധിച്ചു. ഇനിയും വരും വർഷങ്ങളിലും അമ്മ അനുഗ്രഹിച്ചാൽ പൊങ്കാല ഇടണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റു കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. അമ്മേ നാരായണ.